Hello, good morning. Next topic is seed capital assistance. Seed capital assistance. എന്താണ് സീഡ് ക്യാപിറ്റൽ? സീഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ ആണ്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ. ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ മുടക്കേണ്ട തുകയാണ് സീഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു. ഒരു ഇന്നവേറ്റീവായിട്ടുള്ള ഐഡിയ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. ആ പുതിയ ഐഡിയ അല്ലെങ്കിൽ ആ പുതിയ ബിസിനസ് സ്ഥാപനം തുടങ്ങുന്നതിന് വേണ്ടി നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. നമ്മുടെ പ്രോജക്റ്റിന് നമുക്ക് ഏകദേശം ഒരു 10 ലക്ഷം രൂപ വേണമെന്ന് വിചാരിക്കാം. അപ്പോൾ ആ 10 ലക്ഷം രൂപ ഇനീഷ്യൽ സ്റ്റേജിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ പ്രോജക്റ്റ് നടപ്പിൽ വരുത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മൾ തുടങ്ങുവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ അത്രയും വേണം. അപ്പോൾ നമ്മൾ അത്രയും തുക മുടക്കിക്കൊണ്ടാണ് ആ പ്രോജക്റ്റ് തുടങ്ങുന്നതെങ്കിൽ നമ്മൾ ആ ഇനീഷ്യൽ സ്റ്റേജിൽ മുടക്കുന്ന 10 ലക്ഷം രൂപയാണ് സീഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു എൻ്റർപ്രണർ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണത്തെ, അതല്ലെങ്കിൽ സീഡ് ക്യാപിറ്റൽ മീൻസ് ദ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പുതിയ ബിസിനസ് സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മളൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടി വരുമെന്ന് പറഞ്ഞു. ഒത്തിരി എൻ്റർപ്രണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, ഒരു പുതിയ സംരംഭം തുടങ്ങുന്ന പുതിയ ഒരു എൻ്റർപ്രണറെ സംബന്ധിച്ചിടത്തോളം, അതല്ലെങ്കിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി മുന്നോട്ട് വരുന്ന പുതിയ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഈ ഇനീഷ്യൽ സ്റ്റേജിൽ മുടക്കേണ്ട ആ ഹ്യൂജ് എമൗണ്ട് കണ്ടെത്തുക എന്നുള്ളതാണ്. ഓക്കെ, ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റി ഒരുക്കാൻ, ബിൽഡിംഗ് ഫെസിലിറ്റി ഒരുക്കാൻ, അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള മെഷീനറികൾ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട്, റോ മെറ്റീരിയൽ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട്, അങ്ങനെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ബിസിനസ് സ്ഥാപനത്തിലേക്ക് നമ്മൾ നടത്തേണ്ടി വരും. അത്തരത്തിൽ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ നടത്തുന്നതിന് വേണ്ടി പുതിയ സംരംഭകരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു പ്രയാസമായിരിക്കും. അത്തരം സമയത്ത് അവർക്ക് കൊടുക്കേണ്ട സഹായം, അതാണ് സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ്. ഇനീഷ്യൽ സ്റ്റേജിൽ മുടക്കേണ്ട ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള സഹായം എവിടെ നിന്നൊക്കെ കിട്ടും, അതല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സഹായത്തെയാണ് നമ്മൾ സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ്, ഇനീഷ്യൽ സ്റ്റേജിൽ മുടക്കേണ്ട തുകയ്ക്കുള്ള സഹായങ്ങൾ. ഓക്കെ, ഇന്ത്യയിൽ IDBI ആണ് ഇത്തരത്തിലുള്ളൊരു സ്കീം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന IDBI ആണ് ഇത്തരത്തിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ മുന്നോട്ട് വരുന്ന യുവാക്കൾക്ക് ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിലുള്ള പ്രയാസം മനസ്സിലാക്കി അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സ്കീം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. നോക്കുക. Many young men or women are not able to set up enterprise even though banks or financial institutions come forward to finance the project. ഒരുപാട് യുവാക്കൾ, ഇന്ത്യയെ പോലുള്ളൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി അഭ്യസ്ത വിദ്യരായിട്ടുള്ള യുവാക്കളുണ്ട്. അവർ ഒത്തിരി തരത്തിലുള്ള ഇന്നവേറ്റീവായിട്ടുള്ള ഐഡിയയും ബിസിനസ് ഓപ്പർച്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ടായിരിക്കും. എങ്കിലും ഈസ് നോട്ട് ഏബിൾ ടു സെറ്റപ്പ് ആൻ എൻ്റർപ്രൈസ്, ഒരു പുതിയ സംരംഭം തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് അവർക്കുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ അവർ മുന്നോട്ട് വരുന്നില്ല. എന്തുകൊണ്ടാണ്? സോ ഈവൺ ദോ ബാങ്ക്സ് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കം ഫോർവേഡ് ടു ഫിനാൻസ് ദ പ്രോജക്റ്റ്. അവർക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ മുടക്കേണ്ട ആ ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു തടസ്സം അവരുടെ മുന്നിലുള്ളത് കൊണ്ട് തന്നെ, നമ്മളിപ്പോൾ ഒരു ഡിഗ്രി കഴിഞ്ഞു അല്ലെങ്കിൽ PG കഴിഞ്ഞു, നമ്മളൊരു പുതിയ സംരംഭം തുടങ്ങണം, പഠനമൊക്കെ കഴിഞ്ഞു, മറ്റോ ജോലികളൊന്നുമില്ല, ഒരു പുതിയ സംരംഭം തുടങ്ങണമെന്ന് വിചാരിച്ച് ഒരാശയമൊക്കെ നമ്മളെ മുന്നിലുണ്ടെങ്കിൽ കൂടി നമ്മൾ അതിലേക്ക് സ്റ്റെപ്പായിട്ട് കടന്നു വരാൻ നമ്മൾ മടിക്കും. കാരണം എന്താണ്? നമ്മളൊരു ബിസിനസ് സ്ഥാപനം തുടങ്ങണമെങ്കിൽ നമുക്ക് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇനീഷ്യൽ സ്റ്റേജിൽ മുടക്കാൻ വേണം. അത്തരത്തിലുള്ളൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ വലിയൊരു എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ടായിരിക്കില്ല. അതുകൊണ്ട് നമ്മൾ പിന്നെ എന്ത് ചെയ്യും? ആ ഒരു പ്രോജക്റ്റ് നമ്മൾ ഉപേക്ഷിക്കും.
ആ രീതിയിൽ ഒത്തിരി യുവാക്കൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള ഐഡിയ ഉള്ള ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ അവരൊന്നും ഈസ് നോട്ട് ഏബിൾ ടു സെറ്റപ്പ് എ എൻ്റർപ്രൈസ്. ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങാനുള്ള സെറ്റപ്പിലേക്ക് അവർ വരുന്നില്ല. എങ്ങനെയാ? ബാങ്കുകളും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളും അവർക്ക് ആവശ്യമായിട്ടുള്ള, അവർ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്രോജക്റ്റിന് ആവശ്യമായിട്ടുള്ള പണം നൽകാൻ തയ്യാറല്ല എങ്കിൽ, അതുകൊണ്ട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളും ബാങ്കുകളും ഒക്കെ എന്ത് ചെയ്യണം, ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകൾക്ക് പുതിയ യുവാക്കൾ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ മുന്നോട്ട് വെച്ചുകൊണ്ട് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടി മുന്നോട്ട് വരുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള സഹായം ചെയ്യണം. സോ അവർ തുടങ്ങാതിരിക്കാനുള്ള റീസൺ ആണ് ഇവിടെ പറയുന്നത്. ദ റീസൺ ഈസ് ദ ഇന്നബിലിറ്റി ടു ബ്രിങ് ദ പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ. അവർ ഇത്തരത്തിലുള്ള ഐഡിയയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി പുതിയ യുവാക്കളൊന്നും പുതിയ സംരംഭങ്ങൾ തുടങ്ങാതിരിക്കാനുള്ള കാരണം. സോ ദ റീസൺ ഈസ് ഇന്നബിലിറ്റി ടു ബ്രിങ് ദ പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ. പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ മീൻസ് സീഡ് ക്യാപിറ്റൽ. ഇനീഷ്യൽ സ്റ്റേജിൽ മുടക്കേണ്ട ആ ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനുള്ള ഇന്നബിലിറ്റി ആയതുകൊണ്ട്, അതിനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണ് പുതിയ യുവാക്കളൊന്നും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടി മുന്നോട്ട് വരാത്തത്. ഇൻ ഓർഡർ ടു ഹെൽപ്പ്, അതിനുവേണ്ടി അവരെ സഹായിക്കാൻ, സച്ച് പേഴ്സൺസ് ഇൻ IDBI ഹാസ് കം ഫോർവേഡ് ടു ഹെൽപ്പ് ദ എൻ്റർപ്രണേഴ്സ്. ഓക്കെ, ഇത്തരത്തിലുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ. ഇൻ ഓർഡർ ടു ഹെൽപ്പ് സച്ച് പേഴ്സൺ എന്നാണ്, ഒറ്റ സെൻറ്റൻസാണ്, മാറിപ്പോയതാണ് വായിച്ചപ്പോൾ. ഇൻ ഓർഡർ ടു ഹെൽപ്പ് സച്ച് പേഴ്സൺ, ഇത്തരത്തിലുള്ള ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി IDBI ഹാസ് കം ഫോർവേഡ് ടു ഹെൽപ്പ് ദ എൻ്റർപ്രണേഴ്സ്. സച്ച് എ സ്കീം ആസ് കാൾഡ് സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ്. ഇത്തരത്തിലുള്ള ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി, അതായത് പുതിയ ഐഡിയ ഉണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ കൂടി ഇനീഷ്യൽ സ്റ്റേജിൽ മുടക്കാനുള്ള ആ ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ ഇല്ലാത്തത് കൊണ്ട് മാത്രം പുതിയ ബിസിനസ് സ്ഥാപനങ്ങൾ തുടങ്ങാൻ കഴിയാതെ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി, സോ ദ IDBI ഹാസ് കം ഫോർവേഡ് ടു ഹെൽപ്പ് ദ എൻ്റർപ്രണേഴ്സ്. അത്തരത്തിലുള്ള ആളുകളെ, എൻ്റർപ്രണേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി എ സ്കീം ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ IDBI. ഒരു സ്കീം IDBI ഇൻട്രൊഡ്യൂസ് ചെയ്തു. സച്ച് സ്കീം ഈസ് കാൾഡ് സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ്. ആ സ്കീമിനെയാണ് നമ്മൾ സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ്? പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി മുന്നോട്ട് വരുന്ന യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ മുടക്കേണ്ട പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന തടസ്സം നീക്കുന്നതിന് വേണ്ടി IDBI ഇത്തരത്തിലുള്ള എൻ്റർപ്രണേഴ്സിനെ സഹായിക്കുന്നതിന് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്കീമാണ് സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ്. Okay, the objective of the scheme is to create a new generation entrepreneurs who have the entrepreneurship quality but whose financial resources are limited. Okay, the objective of the scheme, seed capital assistance എന്ന് പറയുന്ന സ്കീമിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? സോ ടു ക്രിയേറ്റ് ന്യൂ ജനറേഷൻ എൻ്റർപ്രണേഴ്സ്. പുതിയ ജനറേഷനിലുള്ള എൻ്റർപ്രണേഴ്സിനെ എന്ത് ചെയ്യണം? ഉയർത്തിക്കൊണ്ടുവരണം. ഹു ഹാവ് ആൻ എൻ്റർപ്രണർഷിപ്പ് ക്വാളിറ്റി, അവർക്ക് സംരംഭകത്വ ഗുണങ്ങളൊക്കെ ഉണ്ടാവും, ക്വാളിറ്റിയൊക്കെ ഉണ്ടാവും, നല്ല ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും, ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ ഉണ്ടായിരിക്കും, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും പുതിയ ജനറേഷനിലുള്ള സംരംഭകർക്ക്. പക്ഷേ അവർക്ക് എന്തില്ല? ബട്ട് ഹൂസ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ആർ ലിമിറ്റഡ്. അവരുടെ കയ്യിൽ എന്തില്ല? ഇനീഷ്യൽ സ്റ്റേജിൽ മുടക്കേണ്ട ആ ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല, ഫിനാൻഷ്യൽ റിസോഴ്സസ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ മുടക്കേണ്ട ഹ്യൂജ് ഫിനാൻഷ്യൽ റിസോഴ്സസിൻ്റെ പരിമിതി മൂലം പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ക്വാളിറ്റിയുള്ള എൻ്റർപ്രണേഴ്സിനെ, കഴിവുള്ള പുതിയ ജനറേഷനിൽപ്പെട്ട എൻ്റർപ്രണേഴ്സിനെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി IDBI ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സ്കീമാണ് സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ്. ഓക്കെ, ഇനി അതിൻ്റെ ഒബ്ജക്റ്റീവാണ്, അത് നമുക്ക് അടുത്ത ഒരു വീഡിയോ ചെറുതായിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ ചെയ്യാം. ഓക്കെ.